നായികയായ ഫർഹാന ഒരു മിഡിൽ ക്ലാസ് മുസ്ലിം കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഫർഹാന വിവാഹം കഴിഞ്ഞ് ഭർത്താവും 3 മക്കളുമുണ്ട്. ഫർഹാനയുടെ കുടുംബമൊക്കെ മതത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നതിനോടൊന്നും ഫർഹാനയുടെ വീട്ടിലുള്ളവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഫർഹാനയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും ചേർന്ന് ഒരു ചെരുപ്പ് കട നടത്തുകയാണ്. പക്ഷേ കടയിൽ വിചാരിച്ചത്ര കളക്ഷനോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫർഹാന തന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് ഹസ്ബൻഡിനെ കൂട്ടി പോവുകയായിരുന്നു. അവിടെ വെച്ച് നിത്യ എന്നൊരു പെൺകുട്ടിയെ കാണുന്നു. നിത്യയാണെങ്കിൽ ഒരു കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫർഹാനയും ജോലിക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഫർഹാന ആ ഒരു കാര്യം തന്റെ ഹസ്ബൻഡിനോട് പറയുന്നു. ആദ്യമൊന്നും ഹസ്ബൻഡ് സമ്മതിച്ചതേയില്ല. എന്നാൽ ഒടുവിൽ അവളോട് പോകുവാനായിട്ട് ഹസ്ബൻഡ് പറയും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫർഹാന ജോലിക്കായും കയറുകയാണ്. ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് വേണോ, ബാങ്ക് ലോൺ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അത് തന്നെയായിരുന്നു ഫർഹാനയുടെ ജോലി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫർഹാനയുടെ കുഞ്ഞിന് സുഖമില്ലാതാകുന്നു. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ പറയുകയുണ്ടായി. അതോടെ ഫർഹാന നിത്യ തന്നേക്കാൾ കുറച്ചുകൂടി ശമ്പളം കിട്ടുന്ന സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിത്യയുടെ ഈ ഒരു കാര്യം പറയുന്നു. ആദ്യമൊക്കെ നിത്യ അവളെ ഒരു ജോലിക്ക് കയറ്റുവാനായിട്ട് വിസമ്മതിച്ചെങ്കിലും പിന്നീട് അവളുടെ അവസ്ഥ കണ്ട് തന്റെ സെക്ഷനിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. ജോലിക്കായി കയറിയ സമയത്താണ് ഫർഹാന മനസ്സിലാക്കുന്നത് അത് സാധാ ജോലിയല്ലായിരുന്നു. ആണുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക, അതും ഫോണിലൂടെ. അവർ എന്തൊക്കെ സംസാരിക്കുന്നോ അതേ രീതിയിൽ അവരുമായി സംസാരിക്കുക. അത് തന്നെയായിരുന്നു അവിടെ നടക്കുന്ന പണിയും. അതറിഞ്ഞതോടുകൂടി ഫർഹാനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അടുത്തത് എന്തായി എന്ന് രണ്ടാമത്തെ പാർട്ടിൽ കാണാം.